കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ കർത്താവിനെ കാണാം. ഒത്തിരി സ്നേഹത്തോടെ കർത്താവിനെ കാണാം. ഒരു കാര്യം ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഈ നിമിഷങ്ങളിൽ നമ്മളുടെ കാലവും വിശ്വസ്തനായിരിക്കുന്ന കർത്താവ്, ഇപ്പോഴും നമ്മളോട് വിശ്വസ്തതാപൂർവം പെരുമാറുന്ന ഒരു ദൈവം. അവൻ വാക്കു മാറില്ല. അതുകൊണ്ടാണ് സങ്കീർത്തകൻ തന്നെ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്: കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്, പരിശുദ്ധമാണ്. കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങളിൽ മാറ്റം വരുത്തുന്നില്ല. നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. വിശ്വസിക്കേ, നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവമാണെന്ന്. സുഖപ്പെടുത്തൂന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. വിശുദ്ധീകരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് വിശുദ്ധീകരിക്കും. അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് ചെയ്യും. ദൈവത്തിൽ ആശ്രയിച്ചാൽ കർത്താവ് അത്ഭുതകരമായി നിന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ദൈവം വചനത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് ചെയ്യും. വിശ്വസിക്കേ. ദൈവം നമ്മളോട് വിശ്വസ്തനല്ലേ? ദൈവം എന്നോടും നിങ്ങളോടും ഇതുപോലെ വിശ്വസ്തനായിരുന്നില്ലേ? തമ്പുരാൻ പറഞ്ഞിട്ടുള്ള ഏത് കാര്യോ തമ്പുരാൻ പൂർത്തിയാക്കാതിരുന്നിട്ടുള്ളത്? പറ. ഈശോ എപ്പോഴാ കാപട്യത്തിന്റെ മുഖം മൂടി ധരിച്ചിട്ടുള്ളത് തന്റെ ജീവിതത്തിൽ? ക്ഷമിക്കാൻ ഈശോ പറഞ്ഞില്ലേ? പറഞ്ഞു, പലവട്ടം പറഞ്ഞു, ക്ഷമിക്ക് 7 അല്ല 70 പ്രാവശ്യം ക്ഷമിക്കുന്നു. എന്നിട്ട് കാൽവരിയുടെ നെറുകയില് 3 ആണികളിൽ പിടയുമ്പോ യേശു താൻ പറഞ്ഞത് ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, അപ്പാ, ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എവിടെ കാപട്യമുള്ളത്? വിശ്വസ്തനല്ലേ നമ്മുടെ ദൈവം? സ്നേഹിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സ്വന്തം സഹോദരനെ വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഈശോ പറഞ്ഞു, പഠിപ്പിച്ചു. ഇനിമേൽ നിങ്ങളെ ദാസന്മാരെന്നല്ല സ്നേഹിതന്മാരെന്നാ വിളിക്കുക എന്ന് നമ്മളെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു. കാൽവരിയുടെ നെറുകയിൽ വീണ്ടും അവസാനത്തുള്ള രക്തം ചിന്തുമ്പോ കർത്താവ് അവൻ പറഞ്ഞതുപോലെ സ്നേഹിതർക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ തന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ജീവൻ പൂർണ്ണതയോടെ നമുക്കായി തന്നു. ഇതല്ലേ വിശ്വസ്തത? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ വരെ നൽകുന്നതല്ലേ യഥാർത്ഥമായ വിശ്വസ്തത? അങ്ങനെയെങ്കിൽ മക്കളെ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തോട് വിശ്വസ്തരാകാൻ വിളിക്കപ്പെട്ടവരല്ലേ? നമ്മുടെ കുടുംബത്തോട്, കുടുംബാംഗങ്ങളോട്, നമ്മുടെ മാതാപിതാക്കളോടും മക്കളോട്, ജീവിത പങ്കാളിയോടൊക്കെ വിശ്വസ്തയോടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മൾ? എന്ന് പറഞ്ഞാൽ മരണത്തോളം വിശ്വസ്തരായിരിക്കുക എന്നുള്ളതല്ലേ? ഏതാനും ദിവസത്തേക്കല്ല, ഏതാനും മണിക്കൂറുകൾക്കല്ല, ഏതാനും മാസങ്ങളുടെ വിശ്വസ്തതയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അന്ത്യത്തോളം വിശ്വസ്തനും വിശ്വസ്തതയുമായിരിക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. തമ്പുരാനെ, എവിടെയെങ്കിലൊക്കെ അവിശ്വസ്തതയുടെ മുറിവ് പേറുന്ന മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, ഇന്നലകളിൽ ഒത്തിരി സ്നേഹിച്ചവരിൽ നിന്നും വഞ്ചിക്കപ്പെട്ടതിന്റെ വേദന പേറുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. സ്നേഹിച്ച് ജീവിതം നൽകി സ്നേഹിച്ചിട്ടും തമ്പുരാൻ അതുപോലെ തിരസ്കരണത്തിന്റെ മുറിവും പേറി ജീവിക്കുന്നവരുണ്ടാകാം. ആർക്കൊക്കെ വേണ്ടി ഇന്നലകളിൽ ഒരു ആയുസ് മുഴുവനും മാറ്റിവെച്ചിട്ട്, ആർക്കു വേണ്ടിയാണോ ജീവിതം ഒഴിഞ്ഞു വെച്ചത്, അവരിൽ നിന്നും ഒരു അല്പം പോലും ഇപ്പോൾ സ്നേഹം കിട്ടാത്തതിന്റെ ഭാരം ചങ്കിലെടുത്തിട്ട് ആ ഭാരം പേറിക്കൊണ്ട് ജീവിക്കുന്ന തമ്പുരാൻ അനേകരും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടാകാം. ദൈവമേ, ഇപ്പോഴും അവിശ്വസ്തതയുടെ നടുവിലാ ജീവിതം. എന്നിട്ടും വിശ്വസ്തരായിരിക്കാൻ പരിശ്രമിക്കുന്നവർ ഇതിനകത്തുണ്ട്. ഇപ്പോഴും കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ, ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ നിരന്തരമായ അവിശ്വസ്തതയുടെ മുറിവ് പേറുമ്പോഴും
വിശ്വസ്തരായിരിക്കാൻ പരിശ്രമിക്കുന്നവർ ഇതിനകത്തുണ്ട്. ദൈവമേ, അവരോട് കരുണ കാണിക്കണമേ, ബലപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിന് അഭിഷേകം ചെയ്യണമേ. കർത്താവേ, വിശ്വസ്തരായിരിക്കാനുള്ള കൃപ തരണമേ. പരിശുദ്ധാത്മാവാണല്ലോ ഞങ്ങൾക്ക് ഈ കൃപ തരുന്നത്. വിശ്വസ്തരായിരിക്കാനുള്ള കൃപ തരുന്നത് പരിശുദ്ധാത്മാവാണല്ലോ. പരിശുദ്ധാത്മാവെ, വിശ്വസ്തത എന്ന് പറയുന്ന ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ. മക്കളെ, രക്ഷ മനസ്സിൽ വേദനയുണ്ടാകാൻ ദൈവത്തോട് ഇത്രയും വിശ്വസ്തനായിരുന്നിട്ട്, ദൈവത്തോട് ഇത്രയും വിശ്വസ്തത കാണിച്ചിട്ട്, ദൈവമേ നീ എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്ന് പോലും ചിന്തിക്കുന്ന മക്കളുണ്ടാകാം. മക്കളെ, ഈ ലോകത്തിന്റെ നേട്ടങ്ങളിൽ മാത്രമല്ല ഒരു വിശ്വാസിയുടെ കണ്ണുടക്കേണ്ടത്. നീ ദൈവത്തോട് വിശ്വസ്തനാണോ, ദൈവം നിന്നോട് നിത്യതയോളം വിശ്വസ്തനായിരിക്കും. ദൈവത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താ? അവനോടൊപ്പം നീ ആയിരിക്കും എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താ? അവനോടൊപ്പം നീ വസിക്കൂ എന്നുള്ളതാ. അത് ഈ ലോകത്തിൽ കിട്ടിയില്ലേ, നിത്യതയിൽ കിട്ടും. മക്കളെ, ഈ ലോകത്തിൽ നടന്നില്ലേ, നിത്യതയിൽ അത് സംഭവിക്കും. ഇവിടെ നിനക്കൊന്നും കിട്ടിയില്ലേ, ഉടുതുണി പോലും ഉടുക്കാൻ പറ്റാത്ത രീതിയിൽ, അതുപോലെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ആണോ നീ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിച്ചത്? മോളെ, നിന്റെ വിശ്വസ്തതയ്ക്ക്, മോനെ നിന്റെ വിശ്വസ്തതയ്ക്കുള്ള ഉത്തരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിത്യതയിൽ അവനെ കണ്ടുമുട്ടുമ്പോ അത് വിശ്വസിക്കുക. നമ്മൾ നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഈ ഭൂമിയിൽ മാത്രമല്ല, ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മളെക്കാൾ ഭോഷന്മാരായി ആരുമില്ലെന്നല്ലേ വചനം പറയുക. ഈ ലോകത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ വിശ്വസ്തത അനന്തതയോളം, നിത്യതയോളം നീണ്ടു നിൽക്കുന്നതാണ്. ഈ ലോകത്തിലല്ലെങ്കിൽ വരാനിരിക്കുന്ന ജീവിതത്തിൽ നീ ദൈവത്തോട് പുലർത്തിയ വിശ്വസ്തതയ്ക്ക് തമ്പുരാൻ പ്രതിഫലം തരും. വിശ്വസിക്കുക. കരങ്ങളെ തുറന്ന് യാചനാപൂർവം പിടിക്കുക. ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും മക്കള് അവിശ്വസ്തതയുടെ മുറിവ് പേറുന്നവരുണ്ടോ? ഹൃദയം വിങ്ങുന്നുണ്ടോ? മോളെ, മോനെ, വേദനയുണ്ടോ? ജീവിത പങ്കാളി നിന്നോട് കാണിക്കുന്ന അവഗണന, അവിശ്വസ്തത, മക്കള് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവിശ്വസ്തതയുടെ മുറിവില് ഒത്തിരി ഭാരം നിന്റെ മനസ്സിലില്ലേ? ഒത്തിരി സങ്കടമില്ലേ? മാതാപിതാക്കളെ, മക്കളുടെ അവഗണനയുടെ പേരിൽ, അവിശ്വസ്തതയുടെ പേരിൽ നിങ്ങൾ വേദനിക്കുന്നുണ്ടോ? മാതാപിതാക്കൾ അവഗണിച്ചതിന് മക്കൾ വേദനിക്കുന്നുണ്ടോ? എവിടെയൊക്കെയാണ് ഒരു അവിശ്വസ്തതയുടെ മുറിവ് പേറുന്നവര്? കാപട്യത്തിന്റെ മുഖം മൂടിയാണോ നമ്മുടെ കുടുംബത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ? അഭിനയിച്ച് തീർക്കുവാണ് മക്കളെ. അഭിനയിച്ചല്ല നമ്മൾ തീർക്കേണ്ടത്, സ്നേഹിച്ചാണ് ഈ ജീവിതം തീർക്കേണ്ടത്. സ്നേഹം അഭിനയിച്ച് തീർക്കേണ്ടതല്ല ഈ കൊച്ചു ജീവിതം, മറിച്ച് സ്നേഹിച്ച് 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 സ്നേഹം തന്നെയായി തീർന്നവനല്ലേ കാൽവരിയുടെ നെറുകയിൽ ഈശോ. ഈശോയെ സ്നേഹിച്ച് 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 ഈ ജീവിതം തീർക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ വേദനകളും ഈശോയ്ക്ക് കൊടുക്കുക. എല്ലാ കണ്ണുനീരും കർത്താവിന് കൊടുക്കുക. നിന്റെ നൊമ്പരങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, എന്റെ മുറിവുണക്കുന്ന കർത്താവേ, സ്നേഹമുള്ളോരെന്നു കരുതി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു. സ്നേഹമുള്ളോരെന്നു കരുതി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു. അന്നെന്നെ തകർക്കാൻ ചതിക്കുഴി തീർത്തവരെ അനുഗ്രഹിക്കാൻ കരുത്തെനിക്കേകൂ. അവർക്കു ഞാൻ നന്മ നേരുന്നു. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ, യേശുവേ,
സഹായം. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. നിങ്ങളുടെ എല്ലാ മനസ്സിൻ്റെ വേദനകളും നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെയും അൾത്താരയോട് ഇപ്പോൾ ചേർത്ത് വയ്ക്കട്ടെ. ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെ സമർപ്പിക്കുക. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർ, മനസ്സ് മുറിഞ്ഞ് ജീവിതം തകർന്നിരിക്കുന്നവർ എല്ലാം സമർപ്പിക്കട്ടെ. കർത്താവ് ഏറ്റെടുക്കട്ടെ, കർത്താവ് ഏറ്റെടുക്കട്ടെ, ഈശോ ഏറ്റെടുക്കട്ടെ. എല്ലാ അസ്വസ്ഥതകളും ഭാരം എല്ലാം ഇറക്കി വയ്ക്കുക. കരങ്ങൾ ഉയർത്തി കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.